നാലാം തവണയും വിവാഹിതനായതിന്റെ പേരിൽ ചില വിമർശനങ്ങൾ നടൻ ബാലയ്ക്ക് നേരിടേണ്ടി വന്നിരുന്നു. എന്നാൽ ഭാര്യയെയും കൂട്ടി കൊച്ചിയിൽ നിന്ന് താമസം മാറി ഇപ്പോൾ വൈക്കത്ത് സ്ഥിരമായിരിക്കുകയാണ് നടൻ. വൈകാതെ തനിക്കൊരു കുഞ്ഞ് പിറക്കുമെന്നും അടുത്തിടെ ബാല വെളിപ്പെടുത്തിയിരുന്നു. അതിനൊപ്പം പുതിയൊരു സന്തോഷ വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ബാലയും ഭാര്യ കോകിലയും പുറം ലോകത്തോട് പങ്കുവച്ചത്. ഞങ്ങൾ പുതിയതായി ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയാണെന്നാണ് നടൻ പറഞ്ഞത്. പിന്നാലെ ചാനൽ തുടങ്ങിയതിനു ശേഷമുള്ള ആദ്യ വീഡിയോയുമായി ഇരുവരും എത്തിയിരിക്കുകയാണ്. ബാലകോകില എന്ന പേരിൽ യൂട്യൂബിൽ പുതിയ ചാനൽ തുടങ്ങിയിരിക്കുകയാണെന്നാണ് താരങ്ങൾ പറയുന്നത്. അടുത്ത കാലത്തായി ഞങ്ങൾ വളരെയധികം സമാധാനത്തോടെ ജീവിക്കുകയാണ്. ഈ ചാനലിൽ പോസിറ്റീവ് മാത്രമേ ഉള്ളൂ. ഒരു വിവാദങ്ങളും പങ്കുവെക്കാൻ ഉദ്ദേശമില്ലെന്നും ബാല സൂചിപ്പിച്ചിരുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ ചാനലിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നും ഇരുവരും സംസാരിച്ചിരുന്നു. പ്രധാനമായിട്ടും കുക്കിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ആരോഗ്യപരമായിട്ടും ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലും വലിയൊരു മരുന്നാണ്. അടുത്തിടെ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഭക്ഷണത്തിൽ മാറ്റം വന്നതിനാൽ ആരോഗ്യാവസ്ഥയിൽ വലിയ മാറ്റമുണ്ടായതായിട്ടാണ് പറയുന്നത്. മരുന്നിനേക്കാളും നമ്മൾ ദിവസവും കഴിക്കുന്ന ഭക്ഷണം എങ്ങനെ തയ്യാറാക്കുന്നതിനനുസരിച്ചിരിക്കും ഓരോരുത്തരുടെയും ആരോഗ്യം. ഞാനിപ്പോഴുള്ള വൈക്കത്ത് കെമിക്കലുകളോ മറ്റൊരു വിഷാംശങ്ങളുടെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. നല്ല ഭക്ഷണമാണ് ഇവിടെ കിട്ടുക. മാത്രമല്ല ആരോഗ്യത്തോടെയും നല്ല രുചിയോടെയും ഭക്ഷണം ഉണ്ടാക്കാമെന്ന് കോകില കാണിച്ചു തരും. അത് രുചിയോടെ എങ്ങനെ കഴിക്കാമെന്ന് ഞാനും കാണിച്ചു തരാമെന്ന് ബാല പറയുന്നു. പിന്നാലെ തന്റെ കുക്കിംഗ് സ്കില്ലിനെ കുറിച്ച് പറയാൻ ബാല ഭാര്യയോട് ആവശ്യപ്പെടുകയാണ്. മാമ നല്ലോണം പാചകം ചെയ്യും. അദ്ദേഹം ഉണ്ടാക്കുന്ന എല്ലാം എനിക്കിഷ്ടമാണ്. ഫിഷ് ഫ്രൈ ആണ് കൂടുതൽ ടേസ്റ്റി എന്നും കോകില പറയുന്നു. അതിനൊരു പ്രത്യേക റെസിപ്പി ഉണ്ട്. ഒരു ദിവസം താൻ കാണിച്ചു തരാം. ചിക്കൻ റോസ്റ്റും ബീഫ് റോസ്റ്റും ഒക്കെ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. എന്നാൽ അതിനേക്കാളും ഏറ്റവും ടേസ്റ്റി ഫിഷ് കൊണ്ട് റോസ്റ്റ് ചെയ്യുന്നതാണെന്ന് ബാല പറഞ്ഞു. താനിപ്പോൾ താമസിക്കുന്നത് അതിമനോഹരമായൊരു നാട്ടിലാണ്. ഇവിടെ ചെറിയ ചില പരിപാടികളുണ്ടാവും. അതുപോലെ ഇന്ന് രാവിലെ ഉണരുമ്പോഴും വൈകുന്നേരവുമൊക്കെ അമ്പലത്തിൽ നിന്നും പാട്ട് കേട്ടുകൊണ്ട് ശരിക്കും വീണ്ടും ജനിക്കുന്നത് പോലെയാണ് ഓരോ ദിവസവും ഫീൽ ചെയ്യുന്നതെന്നും ബാല കൂട്ടിച്ചേർത്തു.